ഹലോ ഗൈസ്, പാർക്കിൽ പോവാണ്. അപ്പം നമുക്ക് സിയനെ കൂടി കൂട്ടാം. അപ്പോൾ അതെ ഈ ബാക്കിലേക്കാണ് എൻ്റെ ഉമ്മച്ചി. ഇതേ അവിടെ മാങ്ങ പറിക്കാൻ നിൽക്കുന്നുണ്ടോ? ഇത് അതാണ് സിയയുടെ ഉമ്മ. പിന്നെ ഇവളറിയാമല്ലോ. അപ്പോൾ നമുക്ക് സിയനെ വിളിക്കാൻ പോകണം. സിയനെ വിളിച്ചിട്ടാണ് നമ്മളിപ്പോൾ പാർക്കിലേക്കൊക്കെ പോയി. പിന്നെ ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ പോകാനുണ്ട് ട്യൂഷനിലിട്ട്. അപ്പോൾ അത് വാങ്ങിക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് സിയനെ വിളിച്ചിട്ട് വന്ന് ബാക്കി കാര്യം പറയാം. ഗൈസ് സിയ റെഡി ആയിരിക്കുന്നു. ഗൈസ് വാ വാ ഗൈസ്. അപ്പോൾ രണ്ടുപേരും അവിടെ റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ സിയ റെഡി ആവാൻ വേണ്ടി. അപ്പോൾ നമുക്ക് വേഗം പോകണം. സമയമായിട്ട് 5 മണി കഴിഞ്ഞു. അപ്പോൾ സിയയുടെ വീട് ഇത് സിയയുടെ വീടാണ്. ഇത് എൻ്റെ വീടാണ്. അവിടെ ദേവൂട്ടിൻ്റെ വീടാണ്. ഇത് ദൂരം. ദേവായിരുന്നു ദേവൂട്ടിൻ്റെ അമ്മയും അനിയനും ഓടിയുണ്ട്. അനിയൻ ഓടിയുണ്ട്. ഞങ്ങളൊക്കെ പാർക്കിൽ പോകുമ്പോൾ ദേവൂട്ടിൻ്റെ അനിയൻ എൻ്റെ അമ്മ. നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് കുടുംബശ്രീയിൽ പോയതിന് ശേഷം നമ്മൾ പോകുള്ളൂ. അപ്പോൾ കുടുംബശ്രീയിൽ പോയിട്ടൊക്കെ വരണം. തുറന്നുണ്ടെങ്കിൽ ഞായറാഴ്ച കാര്യം അറിയാമല്ലോ. അതെ, ദേവൂട്ടി അനിയനെ ഉപ്പുംചാക്ക് എടുത്തിട്ടാണ് വരുന്നത് റോഡിലൂടെ. കൊല്ലല്ല, കൊല്ലു. അത് നമ്മളിങ്ങനെ നടന്നു പോകണം. എല്ലാവരും മുമ്പിൽ നടന്നുകൊണ്ടിരിക്കും ഗൈസ്. അപ്പം നമ്മുടെ ഇവിടെ റെയിൽ പാളമൊക്കെ ഉണ്ട്. ട്രെയിൻ വരുന്നുണ്ട്. ഗുഡ്സ് ഒന്നും മാത്രം ഉണ്ട്. ട്രെയിനൊക്കെ പോകുന്നുണ്ട്. എന്നിട്ടാണ് അരിയും കാര്യങ്ങളാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് കുടുംബശ്രീ വീട്ടിലെത്താറായി. അതെ, പോകുന്ന വഴിയൊക്കെ ഇവിടെ മേൽപ്പാളം വരാൻ പോവാം അല്ലേ? അപ്പോൾ മേൽപ്പാളം ഇവിടുത്തെ ഈ വീടൊക്കെ നല്ല അടിപൊളി ബുദ്ധി. വേറൊന്നുമല്ല, ഇവിടെ പാലം വരാൻ പോവാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. അതാണ് ഞങ്ങളും പറഞ്ഞത്. ട്രെയിൻ വരും. കുടിച്ചു കളഞ്ഞു. കാവടിന്റെ ഇതൊക്കെ കണ്ടോ? അവിടെ ഒരു വീടും പൊളിച്ചിട്ടുണ്ട്. ക്രിസ്മസ് സെലിബ്രേഷൻ എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. കുടുംബശ്രീയാണിത്. ചെറിയൊരു കുടുംബശ്രീ. ഞാനിതിന്റെ ബുക്ക് പോയി. അത് ഞാൻ പിന്നെ തിന്നു പോയി. അപ്പൊ ഗൈസ്, നമ്മളിവിടെ ഒരു വീട് പൊളിച്ചപ്പോ അതിൻ്റെ ഉള്ളിലുണ്ടായ ഒരു സാധനം ഞാൻ കാണിച്ചില്ല. കണ്ടോ? ഇതിനല്ല കേട്ടാ, ആ ബാക്കിലുള്ള ഇത് കണ്ടോ ചോദിച്ചത്. ഇത് കണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളാം. പണ്ടൊക്കെ ഇങ്ങനെ കുത്തി അത് കൊണ്ടേ കൊടുക്ക്. ബുക്കും പിടിച്ചോണ്ട് വന്ന് അമ്പാടി ചെരുപ്പിടാതെന്ന് പറഞ്ഞു. ചെരുപ്പിടാൻ പറഞ്ഞു കേട്ടോ ഗൈസ്. ചെരുപ്പിടാൻ പറഞ്ഞിട്ടില്ല. ബുക്ക് കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു. റോഡിൽ വണ്ടി വരണോന്നൊക്കെ നോക്കിയിട്ടേ പോവുള്ളൂ. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും. ഹൈവേ റോഡാന്ന് മാത്രം ഞാൻ കാണിച്ചു തരാം. ഹൈവേ റോഡ് ചുമ്മാ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടേയിരിക്കും. അങ്ങ് റിക്ഷ പോയി. ഇവിടെ ഒരു ഹൈവേ റോഡാണ്. ഇവിടെ ഞാൻ രാവിലെ ബസ് വന്ന് നിൽക്കാറ്. സിയുടെ ബസ് എവിടെയാണ് വരാറ്? എൻ്റെ ബസ് എവിടെയാണ് വരാറ്? സിയുടെ ബസ് അങ്ങ് അവിടെയാണ് വരാറ്. അങ്ങ് അവിടെ ഒന്നല്ല, അത് ആ മരത്തിൻ്റെ അവിടെയാണ് കേട്ടോ വരാറ്. ദേവൂട്ടി മാറ്, മുമ്പിൽ മാറ്. ഈ മരം കണ്ടോ? ഈ മരത്തിൻ്റെ അവിടെയാണ് സിയുടെ എന്താണ് ബസ് സ്റ്റോപ്പ്. ഇവിടെയാണ് എൻ്റെത്. ഇവിടുന്ന് നേരെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് നമ്മുടെ ദേവനന്ദന CS. ദേവൂട്ടി സോറി PS. ദേവൂട്ടി എന്ന് പറയണത് നമ്മുടെ ദേവനന്ദന കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. റോഡിൽ സൂക്ഷിച്ച് നോക്കുമ്പോൾ വണ്ടി വരുമ്പോൾ ഒക്കെ സൂക്ഷിച്ചോ. ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാനൊന്നും വയ്യ. ആശുപത്രിയിൽ കൊണ്ടുപോകാനൊന്നും വയ്യ ഞങ്ങൾക്ക്. ഇതേ വരുന്നവര് പെട്ടെന്ന് വരുന്നവര് ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് അങ്ങനെ പോയിക്കുന്നാണ്. കണ്ട വണ്ടി ചുമ്മാ തുരുതുര പൊക്കോണ്ടേ ഇരിക്കുക. അപ്പോൾ അങ്ങോട്ട് കൊണ്ട് വണ്ടി പൊക്കോണ്ടേ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലേ കയറി കളിക്കണണ്ട. നീ കളിക്കുന്ന അങ്ങനെ അമ്പാടി കണ്ട അവനും കളിക്കൂട്ടാ. കണ്ട വണ്ടി ഇരുന്ന സമയത്ത് സർക്കസ് കാണിക്കണേ. അപ്പോൾ നമുക്കിനി
പാർക്കിലെത്തി. പാർക്കിൽ പോകുന്ന വഴിയൊക്കെ നമ്മൾ കാണിച്ചാൽ മെയിൻ ഹൈവേ ഒക്കെ ഉണ്ട്. അത് ഞങ്ങൾ കാണിച്ചാൽ ഇത് പൊളിച്ച വീടാണ്. ദേവുട്ടിനെ വഴക്ക് പറയുന്നു കേസ്. ഞോ അനിയൻ പറയുന്നു അവിടെ പോയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പറയുന്നു അപ്പൊ പോകുന്ന വഴിയാണ്. ശ്വാസം കിട്ടുന്നില്ലേ സംസാരിക്കാൻ? ഒറ്റ മുമ്പേ നടന്നു പോട്ടാ. ഞങ്ങള് അവളുടെ അടുത്ത് എത്തുമ്പോ അവളിപ്പോ ഞങ്ങളുടെ മുമ്പിലുള്ളത്. മുമ്പിലുള്ള സമയത്ത് ഞങ്ങൾ നടന്നു വിചാരിച്ചു സ്പീഡിൽ നടക്കുന്ന കാരണം ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല. അപ്പൊ അവള് പതിയെ നടന്നു വരികയാണെങ്കിൽ ഞങ്ങൾ നടന്ന് നടന്ന് അവളെ ഇങ്ങോട്ട് മുമ്പിലെത്തും. അപ്പൊ ദേവുട്ടിന്റെ ചാറ്റ കൊടുക്കാൻ വിചാരിച്ചു. ദേവുട്ടിന്റെ ചാറ്റ കൊടുത്തു. നീ മാത്രം ദേവുട്ടിന്റെ തലക്ക് ചാറ്റ കൊടുത്തു. അത് നമ്മൾ നടന്ന് ഹൈവേ റോഡിന്റെ അവിടെ എത്തി. കുറച്ചും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പോകുന്ന വഴിയാണ്. നമ്മള് നേരെ നടക്കണം. റുസിയ നേരെ മുമ്പിലാണ് നടന്നു പോണത്. ഒന്നറിയാത്ത കുട്ടിയെ മാതിരി മുമ്പിൽ നടന്നു നോക്കിക്കൊണ്ടിരിക്കുക. നേരെ കാണുന്നുണ്ടോ കുറേ വണ്ടിയൊക്കെ പോണത്? കാണുന്നുണ്ടോ? അതാണ് ഹൈവേ. ഹൈവേ അല്ല, ഹൈവേ ഹൈവേ റോഡാണ്. ഇത് നമ്മൾ ഷോർട്ടാണ്. സമയല്ല ഓടല്ലേ? അപ്പൊ ഞാൻ ആരായി? എന്നാ ശരി ട്ടാ. ഗൈസ്, അപ്പോൾ ഇവിടെ നമ്മളെത്തി. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. വന്ന ഇടയിൽ തന്നെ രണ്ടും കൂടി എൻ്റെ മണ്ടക്ക് കയറി കളിക്കാൻ തുടങ്ങി. അത് കുറേ സാധനങ്ങളുണ്ട് അല്ലേ സിയ? ഓരോ സാധനങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കൂ. ഇതിൽ സിയക്ക് പിടിച്ചാൽ പറ്റുമോ? പക്ഷെ ഇവർക്ക് അതിന്റെ മുകളിൽ കയറിയിട്ട് തൊടണം. പക്ഷെ എനിക്ക് ഇവിടെ നിന്നാ തന്നെ എത്തുന്നുണ്ട് കേട്ടോ. ഇത്ര ഹൈറ്റ് ഉണ്ട് സിയക്ക്. ഇത്ര ഒരടി ചെറിയൊരു ഡിസ്റ്റൻസ്. തൂങ്ങിക്കോ. ദേവുട്ടി തല കൂട്ടാ. ദേവുട്ടിക്കും ഒരു ഇതിന്റെ ഡിസ്റ്റൻസ് ഉണ്ട്. ഇല്ലില്ല, അളകി എഴുതുന്നില്ല. സിയ തൂങ്ങുകയാണ്. സിയ തിരിച്ചു കയറാൻ നോക്കുന്നു. അപ്പൊ ഞാൻ കയറാൻ പോയി. നമ്മുടെ കുറുക്കഞ്ചേരി, ഐ ലവ് കുറുക്കഞ്ചേരി ഡിവിഷൻ 41 രണ്ടും കൂടെ കുറേ സാധനങ്ങളുണ്ട്. ഞങ്ങളിവിടെ കളിക്കാൻ പോവാണ്. നമ്മളപ്പോ തിരിയണ സാധനത്തിൽ കയറി. ഞാൻ ഒറ്റ കൈയിലടാ കളിക്കുന്നത്. ഒറ്റ കൈ കൊണ്ട് കളിക്കണം തന്നെ. ഒരു കയ്യില് മൊബൈലുണ്ട്. ആ സെയിം തോന്നുകയാണ്. തോന്നുന്നല്ല, അതെല്ലാരും എക്സസൈസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാന്, സിയ, ദേവുട്ടി, പിന്നെ ഉമ്മച്ചി. അപ്പം ഞങ്ങള് 4 പേര് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോണത് ചിലപ്പോൾ മാത്രമേ നടക്കുള്ളൂ കേട്ടോ. കറക്റ്റ് 3 പേരുള്ളത് തന്നെ കിട്ടിയത്. ഇവിടെ കിടന്ന് ഡിസ്കോ ഡാൻസ് ആണ് കളിക്കുന്നത്. എൻ്റെ ഉമ്മച്ചി നല്ല എക്സസൈസ് കളിക്കുകയാണ്. കാരണം വെച്ചാൽ ഇവളുടെ ഉമ്മ, സിയയുടെ ഉമ്മയും എൻ്റെ ഉമ്മച്ചും കൂടി രാവിലെ 5 മണിക്ക് 5:30 ആകുമ്പോൾ എക്സസൈസിന് പോകും. അതുകൊണ്ട് എക്സസൈസ് ചെയ്ത് നല്ല പ്രാക്ടീസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാം കയറിണ്ട്. അപ്പോൾ ഇതിൽ കിടന്ന് മടുത്തു. അപ്പോൾ എന്തെങ്കിലും കയറാമെന്ന് വിചാരിച്ചപ്പോൾ ഫസ്റ്റ് കണ്ട സാധനം എൻ്റെ കണ്ണിൽ. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ കയറാൻ പോവാണ്. നമ്മുടെ ദേവനന്ദന പീസ് ഭയങ്കര റിസ്ക് എടുക്കുകയാണ്. ഇവിടെ പുഷ് എടുക്കുക. ഈ സാധനത്തിൽ കല്ലൊക്കെ ഉണ്ട്. അവിടെ കാലിന് പുഷ് എടുക്കുക.
നീ എന്തിട്ടാ കാട്ടണേ? ബാക്കിക്ക് ബെൻഡ് ചെയ്തിരിക്കി. ഒന്നും അറിയാത്ത കുട്ടിയാണ്. സി എല്ലാം അറിഞ്ഞ് പഠിച്ച് കലക്കി കുടിച്ചിരിക്കുകയാണ്. അപ്പൊ ആരോഗ്യത്തിന് നല്ലത് സിയാണ്. അപ്പൊ നമ്മുടെ ദേവുട്ടി ഭയങ്കര വലിയ ശക്തിമാനാണ്. അപ്പൊ ദേവുട്ടി വലിയ ശക്തിമാനായ സാധനത്തിൽ കയറാമോ? മുന്തിക്കറി മുന്തിക്ക് ഗൈസ് ദേവുട്ടി ആ ഇത് തിരിച്ച് ചെയ്യേണ്ടതാ. ഇത് ഇവിടുന്ന് മേപ്പോട്ടേക്ക് പൊന്തിക്കണം. ഗൈസ് എല്ലാവർക്കും പൊന്തിക്കാൻ പറ്റുന്നുണ്ട്. പിടി ഇങ്ങനെ ശക്തിമാനാണ്. മുകളിൽ നിന്ന് താഴത്തേക്ക് വെക്കാൻ പറ്റും. പക്ഷെ താഴത്തുനിന്ന് മുകളിലേക്ക് രണ്ടെണ്ണത്തിനും വെക്കാൻ പറ്റില്ല. ഒന്നിനും കുറ്റം പറയില്ല. ദേവട്ടിക്കും പറ്റില്ല, സിയക്കും പറ്റില്ല. എന്താ തല്ലിക്കൊല്ല രണ്ടെണ്ണത്തിന് പട്ടായിട്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് അയ്യോ സിയ വീഡിയോ എടുക്ക്. ഒരു മിനിറ്റ് ഞങ്ങൾ രണ്ടുപേരും കയറാൻ പോവാം. അപ്പൊ ഗൈസ് കയറാൻ പോവുകയാണ് രണ്ടുപേരും കൊണ്ട്. വേറെ കുറെ കുട്ടികളുണ്ട് ഗൈസ്. നല്ല പുഴയിലുള്ളേ ഗൈസ്. ഗൈസ് കണ്ടാ സിയയും ദേവുട്ടിയും കയറി ഗുസ്തി കളിക്കുക. അപ്പം ഞാൻ ഈ സാധനത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഞാൻ എടുത്തത് കണ്ടാ അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും മീൻ തുള്ളി കയറാൻ പോകും. ഒരു മിനിറ്റ് ചെരുപ്പ് വിടുവിട്ട്. അപ്പം ഞങ്ങൾ എന്തോ ഉള്ളിൽ കൂടെ കയറി പോകണം. ഭയങ്കര ടാസ്കുള്ള കാര്യം. ഷാളും കാര്യങ്ങളൊക്കെ ഒറിജിനൽ പിന്നെ കാലുത്തരുത്.
ബ്ലാക്ക് ഒന്ന് ഊരിപ്പോണ്ടാ ബ്ലാക്ക് ഊരിപ്പോണ്ടാ നോക്കിയോളാം ബ്ലാക്ക് നാളെ ആർക്കാർ ഊരിപ്പോ കൈമാൻ നോക്കിയോളാം കേരളത്തിലല്ല ബ്ലാക്ക് നിങ്ങളെ ഇവിടുത്തെ ടെസ്റ്റിന് അടിക്കാനുള്ളതാ ദേവുട്ടി കണ്ട ദേവുട്ടിക്ക് നല്ല ഭംഗിയുണ്ട് വീഡിയോയില് പൂവെടുത്ത് വെച്ച മാതിരി കറച്ചുണ്ട് എന്താ പൊങ്ങണ്ട മരണ്ട് നമ്മള് എല്ലാം കഴിഞ്ഞ് ചെയ്യാതെ ഭയങ്കര ശക്തിമാൻ അത് പൊക്കാൻ വേണ്ടി ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക മതി വാ ഞങ്ങൾ പോവാ ചാറ്റാ വാടി പോവാ അപ്പൊ ദേവുട്ടിനെ അവിടെ ഇട്ടിട്ട് നമ്മൾ പോവുകയാണ് ദേവുട്ടി ഇറങ്ങി ഓടി വരുന്നുണ്ട് ഭയങ്കര പൊടിയുണ്ട് അവിടെ ഉണ്ട് ഇപ്പൊ തന്നെ ഉണ്ടല്ലോ ഭയങ്കര പൊടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞാൻ നമ്മുടെ പാർക്കിൻ്റെ അടുത്തുള്ള ഫുട്ബോളൊക്കെ കഴിഞ്ഞു ആൾക്കാർ പോകാൻ നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മൾ കാണിച്ചു തരുന്നത് നേരത്തെ വരുമ്പോൾ കാണിച്ചു തരാൻ പറഞ്ഞുപോയി അവിടെ ഭയങ്കര പൊടിയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്നു അപ്പോൾ ഇവരുടെ സീനറി ഒക്കെ കണ്ട് ഇങ്ങനെ നടന്നു വരുന്നതുണ്ട് ചെയ്യുക ദേവുട്ടിക്ക് കറക്റ്റ് ലുക്കുണ്ട് ദേവുട്ടി മാറ്റുണ്ടാട്ടാ കറക്റ്റ് ലുക്ക് അല്ല ചെയ്യാ ചെമ്പരത്തി വെക്കണം ഒന്നും കൂടി ഭംഗിയാണ് നേരെ നോക്കി നടക്ക് ഓമ്മ നമ്മൾ പറഞ്ഞത് ഭയങ്കര അബദ്ധമായി പോയി തോന്നുന്നുണ്ട് എവിടെ ചെമ്പരത്തി ഒട്ടിക്കാൻ പോയി ചെമ്പട്ടൊക്കെ പിടിച്ച് ഇതന്നെ ഇതിനെക്കാട്ടല്ല മറ്റേ പൂ തന്നെ ആയിരുന്നു കേട്ടോ ചെമ്പരത്തി വെച്ച് ഒന്നും കൂടി ഭംഗിണ്ടാവും പറഞ്ഞപ്പോ ചെമ്പരത്തി പോയി പിടിച്ചിട്ടുണ്ട് നമ്മളിവിടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇപ്പൊ ഇനി സ്റ്റിക്കറൊന്നും ആവശ്യമില്ല എല്ലാവരും കയറി കൊണ്ടുപോയി അശ്വതി ടീച്ചർ ഞാനൊന്നും കേട്ടില്ല ഞാൻ പോവാ നമ്മളിലെ പതിയെ നടന്നു പോവാണ് വേറെ പണിയൊന്നുമില്ല ദേവുട്ടിയും സിഹി അപ്പം നമ്മൾ ദേവുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകും മാല ബൾബുണ്ട് എറുത്തടിക്കുമ്പോൾ മനസ്സിലാവും അതിലെവിടെയെങ്കിലൊക്കെ ക്രിസ്മസ് ഒക്കെ ആയിരുന്നു പുൽക്കൂടൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വൈറ്റ് ചെമ്പരത്തി നല്ല രസമുണ്ട് ഒന്നും കൂടി ഇണങ്ങും ദേവുട്ടിക്ക് എന്ന് ഞാൻ പറയില്ലേ അവിടുത്തെ വീട്ടുകാർ മാത്രമേ നോക്കുള്ളൂ കാണിച്ചു ഒരു ഭംഗിയില്ല ഒരു ഭംഗിയില്ല ദേവുട്ടിനെ കാണാൻ ഓളത്തല്ല സത്യം പറയാലോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ കമന്റ് ചെയ്യട്ടെ ഭംഗിയുണ്ടോ ഭംഗിയില്ല അത് മാത്രമേ പറയാൻ പാടുള്ളൂ കേട്ടോ വേറെ ഒന്നും ദേവുട്ടിനെ കുറിച്ച് പറയാം നല്ല സീൻ നല്ല ഡീസൻ്റ് ആണ് സൈഡിലൂടെ നടന്നു കുറെ അതെ വെള്ളച്ചമ്പരത്തി കാണിച്ചു കൂട്ടൊക്കെ ഉണ്ട് പക്ഷെ ദേവുട്ടിക്ക് അത്ര ഇണക്കല്ലേ നീ എല്ലാം ഇണക്കുണ്ട് പറഞ്ഞ ഞാൻ ദേവുട്ടിക്ക് ഇണക്കുണ്ട് പക്ഷേ കാണണ്ട അതൊക്കെ കണ്ടാ നമുക്ക്
കണ്ടിട്ടില്ല തോന്നുന്നുണ്ട് ചെയ്തിട്ടു. ഇവിടെ നിറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഡേവിട്ടി നമ്മളപ്പോൾ ഇവിടുന്ന് അപ്പോൾ നമ്മളങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്ന്. അപ്പോൾ നമ്മൾ ബൈ ബൈ. അപ്പം ഗൈസ് അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞ് പോവാന്തേ വാതിക്കെത്തിയപ്പോൾ നമ്മൾ ട്രെയിനിലേ വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ട്രെയിനിനൊക്കെ വീഡിയോ എടുത്ത് പതിയെ പോകാൻ വിചാരിച്ചത്. വ്യൂ കാണാൻ നിൽക്കണ്ടേ സ്പീഡിൽ പോവുകയാണ്. ഇത് പോയി കഴിഞ്ഞാലൊരു സ്മെല്ലുണ്ട് എൻ്റെ പൊന്നെ നിൽക്കാൻ പറ്റില്ല. പോയി കഴിഞ്ഞു ഇനി നമുക്ക് പോവാം.